മലപ്പുറംകാരിയായിട്ട് അങ്ങാടിപ്പുറം പൂരത്തിന്റെ വീഡിയോ ഇട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമല്ല. ഞാൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഇതിലേറെ ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പൂരത്തിന്റെ ഭംഗി കുറഞ്ഞതല്ല, പക്ഷെ അന്ന് എന്നൊക്കെ പറയുമ്പോൾ വീട്ടില് എല്ലാവരുടെ കൂടെയാണ് കേട്ടോ നമ്മൾ ഈ പൂരത്തിനൊക്കെ വരാറ്. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ ഒരു പ്രത്യേക രസമായിരുന്നു കേട്ടോ അന്ന്. പണ്ടൊക്കെ പൂരത്തിന് പോകുമ്പോൾ ഈ തിരക്കിന്റെ ഇടയിൽ നിന്ന് ദൂരെ എവിടെന്നേലായിരിക്കും കേട്ടോ അഞ്ജുവിനെയും കിച്ചുവിനെയൊക്കെ കാണാം. അപ്പൊ ആ തിരക്കിന്റെ ഇടയിൽ കൂടെ ഓടിപ്പോയി വർത്താനം പറയും. ഇപ്പൊ നമ്മൾ മൂന്നുപേരും ഒന്നിച്ചാണ് കേട്ടോ പൂരത്തിന് പോവാ. എത്ര പെട്ടെന്നല്ലേ സമയം പോണ. ഞാൻ എക്സാം കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കേട്ടോ പൂരത്തിന് പോകാൻ വേണ്ടിയിട്ട്. ടോട്ടൽ 11 ദിവസം പൂരം ഉണ്ടെന്നുണ്ടെങ്കിലും എക്സാം കഴിഞ്ഞപ്പോഴത്തേനും 8-9 പൂരം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പൂരത്തിനൊക്കെ പോയി ആകെ വയ്യാണ്ടായിട്ടോ. എന്തൊരു ചൂടാണിപ്പോ. കുറച്ചു നേരം നല്ലോണം കാറ്റ് കിട്ടണ ഒരു ഫാനിന്റെ ചോട്ടിൽ കുറേ നേരം പോയിരുന്നു കേട്ടോ. എന്നിട്ട് അവിടുന്ന് മെല്ലെ താഴത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോയേ. എന്നിട്ടാണ് നമ്മളെ മെയിൻ പരിപാടി ഷോപ്പിംഗ് എന്ന് പറയാൻ മാത്രം പണ്ടത്തെ ആ ഒരു ക്രേസ് ഒന്നും ഒന്നിനോട് ഇപ്പൊ ഇല്ല കേട്ടോ. എന്നിട്ട് കണ്ടിട്ട് ഇഷ്ടമായ ഒരു 2 വളയും കമ്മലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ അവിടെ അടുത്തുള്ള ഒരു കഫേ പോയിണ്ടായിരുന്നു കേട്ടോ. അഞ്ജുവിന് കുറച്ച് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾക്ക് കൂടുതൽ വർത്താനം പറയാനൊന്നുമില്ല, കാരണം ഞങ്ങൾ ഡെയിലി വിളിച്ച് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്.